ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ്. ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്, അതാണ് ആരാണ് എൻ്റെ ഗുരു എന്നായിരുന്നു ചോദ്യം. ആദ്യമേ പറയട്ടെ, ഞാൻ മന്ത്രദീക്ഷ എടുത്തത് ഗുരുവിൽ നിന്നാണ്. മാവേലിക്കര ശ്രീധരൻ തിരുമേനിയാണ് എൻ്റെ ഗുരു. പക്ഷേ ബാക്കിയുള്ള ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ ചെറിയ അറിവുകൾ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ അറിവുകൾ, ആ അറിവുകളൊന്നും എനിക്ക് ഒരു ഗുരുവും പറഞ്ഞു തന്നതല്ല. എനിക്കങ്ങനെ ഒരു ഗുരു ഇല്ല. എൻ്റെ ഗുരു, വഴികാട്ടി, എൻ്റെ അധ്യാപകൻ, എൻ്റെ സുഹൃത്ത്, അങ്ങനെ എല്ലാം എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനാണ്, എൻ്റെ ദേവിയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഈ ഒരു റൂട്ടിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതൊരു ലോങ് ജേണിയാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അത്രയും കുഞ്ഞിലേട്ട്, അത്ര വർഷങ്ങൾക്ക് മുമ്പ്, ഗുരുവായൂർ ഞാനും അച്ഛനും അമ്മയും അച്ഛമ്മയും കൂടി പോയപ്പോൾ, അന്ന് എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു, അച്ഛമ്മയും കൂടി പോയപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ഒരു കണ്ണനെ വാങ്ങി. നല്ല ഒരു വെളുത്ത വിഗ്രഹം, കണ്ണൻ്റെ, അത്യാവശ്യം വലിപ്പമുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ണനെ. അന്ന് മുതൽ ഇന്ന് വരെ ഭഗവാൻ എൻ്റെ ജീവനിലുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലുമായിരുന്നു. അച്ഛമ്മയൊക്കെ എപ്പോഴും പറയുമായിരുന്നു, അങ്ങനെ കണ്ടിന്യൂസ്ലി നിന്ന് ചൊല്ലുമ്പോഴേ മതിമോനെ എന്ന് പറയും, എന്നുവെച്ചാൽ അത്രയ്ക്കും. അപ്പോൾ പക്ഷേങ്കിൽ കൂടി ഞാൻ നിർത്തുമായിരുന്നില്ല. അതിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ സ്ഥിരം ഞാൻ ഭഗവാനെ സ്വപ്നം കാണാൻ തുടങ്ങി. പിന്നെ അതുകൂടാതെ എൻ്റെ അച്ഛമ്മയുടെ അറിവിനെ ഞാൻ നമിക്കുന്നു. അതോടൊപ്പം എൻ്റെ മുജ്ജന്മ സുഹൃതമായിരിക്കാം എനിക്കിങ്ങനെ ഒരു രീതികളും ചിട്ടകളും ഒക്കെ ആയിട്ട് പോകുന്ന, വീട്ടിൽ അന്ന് എൻ്റെ ഓർമ്മ, അതാ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിലെ തൊട്ട് പൂജാമുറിയും വിളക്കുകൊളുത്തലും അത്യാവശ്യം ചിട്ടകളൊക്കെ പാലിച്ചു കൊണ്ട് പോന്നിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അച്ഛമ്മ എല്ലാ ദിവസവും നാമം ഹരിനാമകീർത്തനൊക്കെ നല്ല ഭംഗിയായിട്ട് അച്ഛമ്മ ചൊല്ലുമായിരുന്നു. അതിനുശേഷം അച്ഛമ്മ ചൊല്ലുന്നത് അന്ന് എനിക്കറിയില്ല അതെന്തായിരുന്നു എന്ന്. ഇന്നിപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് അന്ന് അച്ഛമ്മയുടെ അറിവ് എന്തായിരുന്നു. ആ വരികൾ ഇതാണ്: പത്മപത്ര വിശാലാക്ഷ പത്മനാഭ സുരോത്തമ ഭക്താനാം അനുരക്താനാം ത്രാത ഭവജനാർദ്ദന. വിഷ്ണു സഹസ്രനാമം ഇത്ര ഭംഗിയായിട്ട് അന്ന് അച്ഛമ്മ ചൊല്ലിയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഭഗവാന് സ്തുതി പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു അച്ഛമ്മയെ കിട്ടിയതിലൊക്കെ. അപ്പോൾ എനിക്കൊരു വലിയൊരു ഘടകമായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ. പിന്നീട് ഇങ്ങോട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെല്ലാവരും പറയും, എത്ര വലിയ ഫംഗ്ഷൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായാലും അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കഷ്ണം കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് വായിക്കാനിരിക്കും. അതൊരു കഷ്ണം കടലാസ് മതി, പുസ്തകമൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവരെന്നെ വഴക്ക് പറയും. വല്ലപ്പോഴും എല്ലാവരും കൂടി കൂടുമ്പോൾ ഈ സദസ്സിലിരുന്നിട്ട് നീ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കണക്ട് ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു ഏജിലാണ് ഞാനത് കണക്ട് ചെയ്യുന്നത്. അത്രയും ബഹളങ്ങൾക്കിടയിലും ഞാൻ കാമായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾക്ക് ഈ സ്പിരിച്വൽ ജേണിയിലേക്കുള്ളൊരു എന്താ പറയുക, ഒരു മിന്നായമാണ് അതൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ വേറൊന്ന്, നമ്മളൊരു ഉപാസന അല്ലെങ്കിൽ ഒരു സാധന ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദേവത നമുക്ക് എല്ലാ അറിവുകളും കൊണ്ടുവന്ന് എത്തിക്കും. ഇപ്പോൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൽ തന്നെ നമുക്ക് സരസ്വതി ബീജമന്ത്രമുള്ള ദേവത കൂടിയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മളൊരു ഗ്രന്ഥങ്ങളും വായിക്കാതെ നമുക്ക് അറിവുകൾ കിട്ടും. കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശ്ലോകം വായിക്കുന്നു. അപ്പോൾ അത്യാവശ്യം പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്യാറുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ അത് വായിക്കുമ്പോൾ അതിലുള്ള മീനിങ് നമ്മൾ വായിക്കുമല്ലോ ആ ശ്ലോകത്തിൻ്റെ. പക്ഷെ അപ്പോൾ നമുക്ക് വേറെ പലതും കണക്ട് ചെയ്ത് അതിങ്ങനെ പറയാം എന്ന് തോന്നിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അറിയുന്ന പോലെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. എൻ്റെ 2 മക്കൾ ഇവിടെ ഇരുന്ന് നല്ല പണിയുന്നുണ്ട്, അതാണ് ആ ശബ്ദം. അപ്പോൾ ഇതാണ് എൻ്റെ അറിവിൻ്റെ ട്രാക്ക്. അല്ലാതെ എനിക്ക് സ്പെഷ്യൽ ഒരു ഗുരുവൊന്നുമില്ല. നമ്മൾ ഉപാസന അല്ലെങ്കിൽ സാധന അത് കൃത്യമായിട്ട് നല്ല കടുത്ത സാധനയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളിലേക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഒരുവിധം അറിവുകൾ, എല്ലാം അറിയണമെങ്കിൽ നമ്മൾ ഈശ്വരതുല്യരാവണം. അപ്പോൾ അത് പറയാൻ ഞാൻ ആളല്ല. ഒരുവിധം അറിവുകളൊക്കെ നമുക്ക് എത്തിപ്പെടും.